നിയമസഭയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ചന്തു എസ് നായർ. 15ാം കേരള നിയമസഭയുടെ 13ാമത് സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആയിരുന്നു നാം അത് പറഞ്ഞു. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഗവർണർ ഇവിടെ നടത്തിയത്. എങ്കിലും ഞാൻ പറയാൻ പോകുന്നത് നിയമസഭാ സമ്മേളനത്തെക്കുറിച്ചാണ്. സമ്മേളനം ഒരു സുദീർഘമായ നിയമസഭാ സമ്മേളനമാണ് നടക്കുന്നത്. ബജറ്റ് കാലത്തെ സമ്മേളനമാണെന്ന് വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. കാരണം ഫെബ്രുവരി 7-ാം തീയതി അടുത്ത വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് സഭയിൽ ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിക്കുന്നതാണ്. അതിനുശേഷം ഇതിനുമേലുള്ള ചർച്ച നടക്കും. 10, 11, 12 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിനുശേഷം ഉപധനാഭ്യർത്ഥനമേലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ഒരു സുദീർഘമെന്ന് പറഞ്ഞത് ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നു. മാർച്ച് 28 വരെയാണ് ഈ സഭാ സമ്മേളനം ഉള്ളത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2-ാം തീയതി വരെ സഭ സമ്മേളിക്കുന്നില്ല. ആ സമയത്ത് സബ്ജക്ട് കമ്മിറ്റികളുടെ അവലോകന യോഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ദീർഘമായ സമ്മേളനമാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ ബജറ്റ് സമ്മേളനം ആയതുകൊണ്ട് തന്നെ ബജറ്റ് മേൽ ചർച്ചകളും ഉപധനാഭ്യർത്ഥനകളിലും മാത്രമല്ല നിയമകാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിലേക്ക് ഇനിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നാം നേരത്തെ അറിഞ്ഞതുപോലെ വന വിനിയോഗ ഭേദഗതി ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ ഉണ്ടാവില്ല, അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. മാത്രമല്ല പ്രതിപക്ഷം ശക്തമായ നിലപാട് ഈ സഭയിൽ സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇന്ന് നാം കാണാൻ കഴിഞ്ഞത്. കാരണം പല ആരോപണങ്ങളും ഗവൺമെന്റിനെതിരെ നിലനിൽക്കുന്നു. മാസപ്പടിപ്പ് കേസ് സജീവമായി തന്നെ നിലനിൽക്കുന്നു. വിലക്കയറ്റമുണ്ട്. അതോടൊപ്പം തന്നെ ബ്രൂവറി കേസും നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തേക്ക് വരാനുള്ള സാധ്യത. തീർച്ചയായിട്ടും ഈ സുദീർഘമായ ഈ സമ്മേളനത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ വാദപ്രതിവാദങ്ങൾ നിറഞ്ഞതായിരിക്കും സഭാ തളം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.